ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പിവറ്റ് പോയിന്റ്സ് ആണ്. എന്താണ് പിവറ്റ് പോയിന്റ്സ്? അതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത്? ഇത് രണ്ടുമാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് പിവറ്റ് പോയിന്റ്? ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മൂവ് ആവും. ഈ ഫിക്സ്ഡ് ആയിരിക്കുന്ന ആ ഒരു പോർഷനാണ് ഒറിജിൻ എന്ന് പറയുന്നത്. നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴും റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു സെന്റർ ആയിട്ട് വർക്ക് ചെയ്യലാണ് ഈ ഒറിജിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതേപോലെ ഏത് സെന്റർ ആയി വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പിവറ്റ് പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ഒറിജിൻസ്. ഇൻഡിവിജ്വൽ ഒറിജിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മെഷീനും ഒരു ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിൻ സെന്റർ ആയിട്ട് എടുത്തിട്ടാണ് സ്കെയിലും റൊട്ടേഷനും ഒക്കെ നടക്കുക. അടുത്തതാണ് മീഡിയൻ പോയിന്റ്. മീഡിയൻ പോയിന്റ് എന്ന് വെച്ചാൽ മെഷിന്റെ സെന്റർ എടുത്തിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഒരു 6 ക്യൂബ് ഞാൻ എടുത്തിട്ട്, അപ്പൊ ആ 6 ക്യൂബിന്റെ സെന്റർ ഏകദേശം എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. ഇപ്പൊ ഇൻഡിവിജ്വൽ ഒറിജിൻസും മീഡിയൻ പോയിന്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് ബൗണ്ടിങ് ബോക്സ് സെന്റർ. ഈ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത് ഏകദേശം മീഡിയൻ പോയിന്റ് പോലെ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന മെഷിന്റെ കറക്റ്റ് സെന്റർ ഇതിൽ എടുത്തിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കും. മീഡിയൻ പോയിന്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല, പക്ഷേ ബൗണ്ടിങ് ബോക്സ് സെന്ററിൽ കറക്റ്റ് സെന്റർ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് വ്യത്യാസം. അപ്പോൾ 3D കേസർ. 3D കേസർ നമ്മൾ ഇതിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പിവറ്റ് പോയിന്റ്സിൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇത് ഒന്നുമില്ല, 3D കേസർ സെന്റർ ആക്കി എടുത്തിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കും. അപ്പൊ ഞാൻ കുറച്ച് ക്യൂബ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേസർ കൊടുക്കുക, എന്നിട്ട് റൊട്ടേഷൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു കേസർ സെന്റർ ആയിട്ട് വർക്ക് ചെയ്യും. അടുത്തത് ആക്റ്റീവ് എലമെന്റ്. ആക്റ്റീവ് എലമെന്റിൽ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഞാനൊരു ക്യൂബ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് വെച്ചു, എന്നിട്ട് എല്ലാം സെലക്ട് ചെയ്തിട്ട് അത് ലാസ്റ്റ് സെലക്ട് ചെയ്തത് ആ ഫ്രണ്ടിലേക്ക് നീക്കി വെച്ച ആ ക്യൂബാണ്. എന്നിട്ട് ആക്റ്റീവ് എലമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ലാസ്റ്റ് സെലക്ട് ചെയ്തത് അത് വെച്ചിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കും. അത് സെന്റർ ആയിട്ട് ബാക്കിയെല്ലാം ട്രാൻസ്ഫോർമേഷൻ വർക്കാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഏകദേശം തീരാറായിട്ടുണ്ട്. 2 വീഡിയോയും കൂടെ ഉള്ളൂ. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.